ഹലോ ഫ്രണ്ട്സ്, ഞാൻ പനച്ചിക്കാട് അമ്പലം വരെ പോവാണ്. അവിടെ നവരാത്രി മഹോത്സവം നടക്കുവാണ്. 7ാം ദിവസമാണ്. നമുക്ക് നേരെ അവിടെ ചെന്നിട്ട് കാണാം. ഇത് അമ്പലത്തിലെ മുൻവശത്തുള്ള റോഡാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെയാണിത്. ഇപ്പം കുറച്ചും കൂടെ മാറിയിട്ടാണ് അമ്പലം ഉള്ളത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, ആ ദൂരെ കാണുന്നതാണ് അമ്പലം. അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇവിടം വരെ ഫുള്ള് കടകളാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ മുന്നിലെത്തി. ഈ കാണുന്ന തിരക്കൊന്നുമല്ല. നാളെ അമ്പലത്തിൽ ഗ്രന്ഥപൂജ തുടങ്ങുവാണ്. അതുകൊണ്ട് നാളെ തൊട്ടങ്ങോട്ട് ഫുള്ള് തിരക്കായിരിക്കും. ബുധനും വ്യാഴവും വന്നു കഴിഞ്ഞാൽ ഇവിടെ കാല് കുത്താനിട കാണില്ല, അതുപോലെ തിരക്കായിരിക്കും. ആ കാഴ്ചകളൊക്കെ നാളത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം. നമുക്കിവിടെ ചുറ്റിയൊന്ന് കാണാം. ആദ്യം പനച്ചിക്കാട് ദക്ഷിണ മൂകാംബി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് നവരാത്രി മഹോത്സവം. കേരളത്തിലെ തന്നെ പ്രശസ്തമായ സരസ്വതി ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഈ ദിവസങ്ങളിൽ ഇവിടെ എത്തിച്ചേരുന്നു. അതുപോലെ തന്നെ ദുർഗാഷ്ടമി, മഹാനവമി എന്നീ ദിവസങ്ങളൊഴികെ എല്ലാ ദിവസവും ഈ ക്ഷേത്രത്തിൽ വിദ്യാരംഭം നടത്തി വരുന്നു. വിജയദശമി നാളുകളിൽ ഒരുപാട് കുരുന്നുകൾ ഇവിടെ ആദ്യാക്ഷരം കുറിക്കാൻ എത്തുന്നുണ്ട്. ഇവിടെ വരുന്ന ഭക്തർ ആദ്യം വിഷ്ണുവിനെയാണ് തൊഴുക. അതിനുശേഷമാണ് സരസ്വതിയെ തൊഴുന്നത്. പിന്നീട് ഗണപതി, ശിവൻ, ശാസ്താവ്, യക്ഷി, നാഗരാജാവ് എന്നീ ക്രമത്തിലാണ് ഇവിടെ ദർശനം നടത്തുന്നത്. സരസ്വതി ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്തായി മുകളിൽ ഇലഞ്ഞിയും ഏഴിലും പാലയും നിൽക്കുന്നതായി കാണാം. ഇവിടെയാണ് മൂലബിംബത്തിന് കാവലായുള്ള യക്ഷിക്ക് തന്നെ ബ്രഹ്മരക്ഷസുണ്ട്. കേട്ടോ യജമാനോ വരും. സൂപ്പറായി. ഗുഡ് ബോയ് ആയി, ഗുഡ് ബോയ് ആയി, ഇത് ഗുഡ് ബോയ്. നല്ല മാർക്ക് പഠിക്കാൻ അതിന് പേടി കുഴപ്പമില്ലോ. ഞാൻ മണലിൽ എഴുതിക്കണം, എല്ലായിടത്തും പഠിക്കണം. കഴിഞ്ഞോ കഴിഞ്ഞോ
शिवगङ्गा